നമ്മളങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഹോളിറൂഡ് പാലസിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും മിക്കവാറും എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ സൂനിയർ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് ഫണ്ണി പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിൽക്കണത് ചൈനക്കാരാണ്. അത് ഇവിടെ നോക്കിയാൽ ഒരു പഴയ ബിൽഡിങ്ങിലൊരു സ്റ്റാർ ബോക്സ് കണ്ടില്ലേ, കംപ്ലീറ്റ് ഇതേപോലത്തെ കുറേ സൂനിയേഴ്സും കാര്യങ്ങളും സ്കോട്ട്ലാൻഡിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനുള്ളിൽ വിൽക്കണത് ചൈനക്കാരാണ്. അപ്പോൾ ചൈനീസ് മെയ്ഡ് സംഭവങ്ങളായിരിക്കും. ഇവിടെ കോട്ട് കാര്യങ്ങൾ, ഫ്ലവേഴ്സ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സൂനിയർ ഷോപ്പും നമ്മൾ ഏകദേശം തറയുണ്ട്. ഇതേ അടുത്ത സൂനിയർ ഷോപ്പ് അറിയില്ല. ടീഷർട്ട്സ്, മാഗ്നറ്റ്സ്, കപ്പ്, പിന്നെ ബാഗുകൾ, എല്ലാ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു കോഫി ഷോപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് മെനു ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതായിരിക്കും അതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. നമുക്ക് പുറത്തുനിന്ന് വില നോക്കിയിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇതേ അടുത്തത് ഡെലീഷ്യസ് സ്കോട്ടിഷ് ഹോഗ് റോസ്റ്റ്. എനിക്ക് തോന്നുന്നു ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തി. ആ കാണുന്നതാണെന്നുണ്ട്. ആ കാണുന്നതാണ് ഹോളിറൂഡ് പാലസ്. ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിൻ്റെ അടുത്ത് കൂടെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഹോളിറൂഡ് പാലസ് കാണാം. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ കിങ്സ് ഗാലറി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണോ നമുക്കതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഹോളിറൂഡ് പാലസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇതേപോലത്തെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിലാണ് നമ്മൾ ഇന്നലെ പോയത്. പക്ഷേ അത് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമുക്ക് നടന്ന് തന്നെ പോകാവുന്നുള്ളൂ. ഇത് നോക്കിയാൽ ദ കിങ്സ് ഗാലറി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഓപ്പണിംഗ് ടൈംസ് ഉണ്ട്. എന്താണോ പാലസ് ഓഫ് ഹോളിറൂഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ കോൾട്ടൺ ഹില്ലിൻ്റെ മുകളിൽ പോയപ്പോഴേ അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ടുള്ള പാലസ് ഉണ്ട്. അത് ഹോളിറൂഡ് പാലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ സ്ട്രീറ്റിൽ നിന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ ഇവിടേക്ക്. അപ്പോൾ ഇതിലേക്ക് വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെപ്പറ്റി ഗൂഗിൾ ചെയ്തപ്പോഴേ 12ാമത്തെ സെഞ്ചുറി ഇട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ ഉണ്ട് ഇത് വായിക്കാനായിട്ട്. അത് ഓരോ സെഞ്ചുറി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റിലും ഉള്ള നടപ്പാതയുണ്ട് ഈ കാണുന്നത്. നമുക്കതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊന്ന് ഒന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ടൂറുണ്ട്. ടൂറിന് 20 പൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറുന്നില്ല. പൈസയുടെ മാത്രമല്ല ഒത്തിരി സമയവും പോകും. അപ്പോൾ ഇതാണ് കേട്ടോ ഹോളിറൂഡ് പാലസ്. നമ്മൾ എഡിൻബ്രയിലുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു മലനിരകൾ കാണാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് എഡിൻബ്ര കാസിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എഡിൻബ്ര കാസിലേക്ക് നടക്കാനുള്ള വഴി തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതാണ് ഹോളിറൂഡ് പാലസ്. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് മോഡേൺ ബിൽഡിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു പാർലമെൻറ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഈ കാണുന്നതാണ് ഹോളിറൂഡ് പാലസ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ വേണ്ടില്ലേ ഇവിടുത്തെ പാർലമെൻറ്റ് ബിൽഡിങ്. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടുത്തെ പാർലമെൻറ്റ് ഹൗസ് കണ്ടില്ലേ. ഇതൊരു മോഡേൺ രീതിയിലുള്ള ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവരൊക്കെ നോക്കിയേ. ഇതാണ് അന്നപ്പോൾ പാർലമെൻറ്റ് മന്ദിരം കേട്ടോ. മൂടി കെട്ടി നിൽക്കണം. അതിൻ്റെ ബാക്കിൽ ഫുള്ള് മലനിരകളാണ്. ഈ ബസ് നോക്കിയേ. ഇതിപ്പോഴും ഓടുന്നുണ്ട് കേട്ടോ. പഴയ കാലത്തെ ബസ്സാണ് കേട്ടോ. നോക്കിയേ എത്ര കൊല്ലം പഴക്കമുള്ളതായിരിക്കും ഇത്. അന്നത്തെ ഡബിൾ ഡെക്കർ ബസ്സാണത്. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സായിട്ടാണ് ഇവിടെ പോണത്. ആഫ്റ്റർനൂൺ ടീ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബസ് ടൂറായിട്ട് പ്രവർത്തിക്കുന്നത്. എന്തായാലും അടിപൊളി. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കുറേ കാര്യങ്ങൾ ഒരു പഴമ നിലനിർത്തി, കുറേ കാര്യങ്ങളല്ല എല്ലാത്തിലും പഴമ നിലനിർത്തിയിട്ടുണ്ട്. എന്നിട്ട് മോഡേൺ കാര്യങ്ങൾ
അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവില്ല, അതാണ്. അത് രണ്ടും കൂടി ഇഴുകി ചേർന്നിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ സിറ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ പബ്ലിക് എൻട്രൻസ് ഒക്കെ ഉണ്ട്, കയറി കാണാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ സമയമൊക്കെ ഉള്ളവർക്ക് ഈ പാർലമെൻറ്റ് മന്ദിരമൊക്കെ കയറി കണ്ട് പോകാവുന്നതാണ്. നല്ല കിഡിലൻ ഏരിയ കേട്ടോ. ആ ചെറിയൊരു ഹൗസ് നോക്കിയേ. അപ്പോൾ അതിനോട് ചുറ്റുള്ള ട്രീസിൽ ലീവ്സൊക്കെ കൊഴിയാറായി. അതാണ് ആ ഒരു ഇളം മഞ്ഞ നിറം. ബാക്കിൽ ആ ഹില്ല് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഈ പബ്ലിക് എൻട്രൻസിലേക്ക് പോകണം ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതേപോലത്തെ സിറ്റി ടൂർ ബസ് കുറേ ഓടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്. ഇവിടെ ഒരു സുവനീർ ഷോപ്പിൽ കയറിയാണ്ട. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കാണുന്നത്. 20 പൗണ്ട് അല്ല 25 പൗണ്ട്. പിന്നെ അതേ ഇവിടെ കംപ്ലീറ്റ് വിസ്കിയൊക്കെ പണ്ട് മോഹൻലാൽ 6-ാം നമ്പർ അല്ല് കുടിക്കുന്ന സാധനമില്ലേ, അത് കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫേമസ് ആണ് ഈ ഒരു കുക്കീസ്. ബാക്ക് പൈപ്പർ വായിക്കുന്ന ആള്. ഒരുപാട് സംഭവം കേട്ടോ. അത്ര വലിയ പ്രൈസ് എന്ന് പറയാനില്ല, 5 പൗണ്ട്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് മറ്റേ ഹാരി പോട്ടർ ട്രെയിൻ. നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകണം. വാട്ട് ഈസ് ദിസ് വൺ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ഹോട്ടലാണ് കേട്ടോ. ഈ കാണുന്നൊരു ഹോട്ടലാണ് ഈ റോയൽ മൈലിലുള്ളൊരു ഹോട്ടലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാശ്മീർ ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഇതേപോലെ തന്നെ ഒരു ഷോപ്പ് തന്നെയാണ്. ഇപ്പം നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് 6 മണിക്ക് തന്നെ ട്രെയിൻ. ഇപ്പോൾ സമയം 1:15 ഇനി പറ്റിയാൽ നമുക്ക് ആ സിറ്റിയിലുള്ള കണ്ടിട്ടുള്ള മറ്റേ ഫെറിസ് വീലൊന്ന് കയറണം സമയമുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ലഗേജൊക്കെ ഹോട്ടലിലാണ് വെച്ചേക്കണത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ മിക്കവാറും UK എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും പബ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം കുറച്ച് നേരം. എന്നിട്ട് ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ തിരിക്കാം. അപ്പോൾ ഇവർ അടുത്ത ആൾ വന്നിട്ടുണ്ട്, പരിപാടി തുടങ്ങാൻ പോകണം ഈ ബാക്ക് പൈപ്പറിൻ്റെ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് കണ്ട വന്നത്. നമ്മളങ്ങനെ വന്ന വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇറങ്ങാൻ നല്ല സുഖമുണ്ട്, കാരണം നല്ല ഇറക്കമായിരുന്നു കൊണ്ട് തന്നെ. ഈ ലൈറ്റ്സൊക്കെ നോക്കിയാൽ ഇപ്പോൾ ലൈറ്റ്സൊക്കെ ഓണാണ്. ഉച്ചയ്ക്ക് 1:30 സമയം. ഈ മൂടിക്കെട്ടിരിക്കണ കൊണ്ടാണ് ലൈറ്റ്സൊക്കെ ഓണാക്കിയിട്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ 2 സൈഡിൽ എവിടെ നോക്കിയാലും വിസ്കി ആൻഡ് വൈൻ ടേസ്റ്റിങ്, ബിയർ പാർലേഴ്സ്, പിന്നെ സീ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കോട്ട്ലാൻഡ് ആയതിനെ കൊണ്ട് തന്നെ സീ ഫുഡ് ഒരുപാടുണ്ട്, മസൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല പ്രൈസി ഉണ്ട്. ഈ നോക്കി കയറണം, എല്ലാത്തിൻ്റെയും പുറത്ത് മെനു വെച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കി കയറിയാൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നേരെ ആ ഫെറിസ് വീൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനടുത്തേക്ക് പോകാം. കുറച്ചുള്ളൂ ഇനി നടക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കാം. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 11 പൗണ്ട് കണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കയറാം. അത്യാവശ്യം വലിയ പ്രൈസൊക്കെയാണ്. ഇപ്പോൾ ദുബായിയുടെ പോലത്തെ പ്രൈസൊക്കെ ആണെങ്കിൽ എന്തായാലും കയറുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എൻട്രി. ഇതൊരു മെയിൻ സ്ട്രീറ്റ് ഉണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഏകദേശം ഫെറിസ് വീലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ പഴയ നമ്മൾ ഇന്നലെ വന്ന ക്രിസ്മസ് മാർക്കറ്റില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇതിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നേരെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെയൊക്കെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. തിരക്കില്ലെങ്കിൽ നമുക്ക് കയറാം, ഇല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ കയറി നമ്മൾ മുകളിലെത്തിയിട്ടാണ്. ഫുള്ള് ഇവിടെ ക്രിസ്മസിൻ്റെ സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ്. മുമ്പ് കണ്ടിട്ടുള്ള ഈ റൈഡ്സും ഒക്കെ അവിടെ കാണാൻ പറ്റും. ഇതിലെന്തായാലും കയറുന്നില്ല.
ഇതിൽ കയറി കഴിഞ്ഞാൽ കിളി പോവും. ഫുള്ള് ലൈറ്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന കൊണ്ട് തന്നെ ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ശരിക്കും ഒരു ഈവനിങ് ആയ ഒരു പ്രതീതി ഉണ്ട്. ആക്ച്വലി 1:30 ആയിട്ടുള്ളൂ ഉച്ചയ്ക്ക്, 1:30 കഴിഞ്ഞിട്ടുള്ളൂ ഉച്ചയ്ക്ക്. നമ്മളവിടെ നിന്നിട്ട് കയറി വന്നത് അത്യാവശ്യം നല്ലോണം കയറാനുണ്ട്. സ്പീക്കറൊക്കെ വെച്ച് ചെറിയൊരു മ്യൂസിയമൊക്കെ ഇട്ട് രസമുണ്ട്. എന്തായാലും കുറേ ആൾക്കാർ അപ്പോൾ ഇത് കയറാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. അപ്പം 11 പൗണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം എന്തായാലും ഒന്ന് കയറിയിട്ട് വരാം. സ്കൈ വിഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും പോവാം. എനിക്കാണ് ഹൈറ്റ് കുറച്ച് പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. ദൈവരുണ്ട് സാധനം. നമ്മൾ ഈ കേബിൾ കാറിലൊക്കെ കയറുന്ന പോലെ തന്നെ അത് വരും, ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ ആവും. സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. മറ്റേ കേബിൾ കാറിൽ അത് സ്റ്റോപ്പ് ആവില്ല എന്ന് മാത്രം. താങ്ക് യു. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇതേ പോകുന്നുണ്ടാകും. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ വരും. ഇതിപ്പോൾ ഇനി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേപോലെ അതേ മൂവ് ആവുന്നുണ്ട്. ഇപ്പം നമുക്ക് പോകാനുള്ള സംഭവം ഇവിടെ എവിടെ സ്റ്റോപ്പ് ആവാത്തെന്തേ? എനിക്ക് തോന്നുന്നു അവരപ്പുറത്തു കൂടി ഇറങ്ങുന്നുണ്ട്. ഇതിൽ അവരപ്പുറത്തു കൂടെ ഇറങ്ങും. അപ്പോൾ ഈ ഡോർ ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് കയറാൻ പറ്റും. അവരിറങ്ങുന്നത് അടുത്ത ടീമുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. Seat and for safety, remain seated throughout your ride. It's time to relax and enjoy the fantastic views of taking in Edinburgh Castle, Scott Monument. If you snap any great pics of your day, remember to post them with the hashtag #LNERBigWheel. നന്നായിട്ട് ആടുന്നുണ്ട് കേട്ടോ. നല്ല നമ്മൾ ദുബായിൽ കയറിയ പോലെ അല്ല, നല്ല ആട്ടമുണ്ട്, ഒരു സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ റൗണ്ട് അടിച്ച് വന്നു. നമുക്കൊരു റൗണ്ട് കൂടി ഉണ്ട്. ആ റൗണ്ട് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് വ്യൂ നേരെ കാണും. എഡിൻബറ കാസിൽ, കാൾട്ടൺ ഹില്ല്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോഴത്തെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം. തിരിഞ്ഞു നോക്കിയാൽ ഫുള്ള് വ്യൂ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും കേട്ടോ. ലാസ്റ്റ് റൗണ്ടാണ് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് റൗണ്ട് ഇപ്പോൾ 2 റൗണ്ട് അടിച്ചുവിടാ. തുടക്കത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ട് ഇതിന്. മൂവായി തുടങ്ങി. ഇപ്പം നമ്മൾ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അടുത്ത അത് അവിടെ വന്ന് നിൽക്കണം മുകളിൽ. ഓക്കെ,
ഇത് ആ സ്കോട്ട് മോണുമെൻ്റാണ് ആ കാണുന്നത്, നേരെ കാണുന്നത്. ഈ കാണുന്നത് എഡിൻബറ റെയിൽവേ സ്റ്റേഷൻ. ഇത് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്. അവിടുന്ന് ട്രാം വരുന്നൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4 റൗണ്ട് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ. എനിക്കാണ് ഇത്ര ഉള്ളുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ആൾക്കാർ കയറ്റി തുടങ്ങി, നെക്സ്റ്റ് ആൾക്കാർ കയറ്റി തുടങ്ങി. അപ്പോൾ ഇതുണ്ട് ഇവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റ്. മോളിൽ നിന്ന് കാണാൻ രസമുണ്ട്. ഇവിടെ ട്രാം നോക്കിയേ. നമ്മുടെ സ്റ്റോപ്പ് എത്തി. ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ആകും. അപ്പോൾ നമ്മൾക്ക് ഇപ്പുറത്ത് കൂടെ ഇറങ്ങി പോവാം. കണ്ടില്ല, ഇതേപോലെ ആൾക്കാരൊക്കെ എല്ലാവരും ഇറങ്ങാൻ നിൽക്കണം. You have reached your destination. Enjoy your day. And from all of us So, at Edinburgh's Christmas. Thank you. അടുത്ത ആൾക്കാർ കയറിയാലും ഇനിയിപ്പോൾ അതും ഒരു 3-4 റൗണ്ട് അടിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയിൽ വന്നായിരുന്നു ക്രിസ്മസ് മാർക്കറ്റിൽ. എന്നാലും ഒന്നും കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഇത് സോസേജ്, ബർഗർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. ഡോണറ്റ്സ് കാര്യങ്ങൾ. മിനി പാൻ കേക്ക്സ് ഇവിടെ കാർഡ് ഓൺലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടമാനം ഷോപ്സ് ഉണ്ട്. ഇത് മുൾഡ് വൈൻസ്, ജിന്ന്, ബിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിന്നൊക്കെ മേടിക്കാൻ പറ്റും നമുക്ക് ഇവിടുന്ന്. ഇവിടെ ഫേമസ് ആണ്. സാൾട്ട് ആൻഡ് ചില്ലി ചിക്കൻ. മക്ക് ആൻഡ് ചീസ് 10 പൗണ്ട് അതിന്. മുൾഡ് പഞ്ച് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും മുൾഡ് വൈൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. Thank you. Did I pay here? Oh, yes. Yeah. Okay. Would you like a receipt? No, it's okay. No, that's okay. Okay. അപ്പോൾ എല്ലാം ലോക്കലി ബ്രൂഡ് ബീഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു. ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ട് ഒരു ബീർ മേടിച്ചു. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് ബീർ മേടിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മറ്റേ ഫുഡും മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നിന്നിട്ട് ഒരു ബീർ കുടിച്ചിട്ട് നമുക്ക് പോകാം. എന്നിട്ട് പതുക്കെ ഹോട്ടലിൽ പോയി ലഗേജ് എടുത്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയിരിക്കാം. അവിടെ നിന്നിട്ട് നമ്മളപ്പോൾ ബീർ മേടിച്ചു ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നല്ല വ്യൂ, നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. 3 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഹോട്ടലിൻ്റെ അവിടേക്ക്. ട്രാമാണ് പോണത്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഈ ട്രാം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സമയം 2:30 3:40 ആകുമ്പോഴേക്കും ഇവിടെ സൺസെറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6 മണിയായ ഒരു ഫീലിംഗാണ് നമുക്കുള്ളത്. ഏതാണല്ലേ ക്രിസ്മസ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ലഗേജ് എടുത്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോയിരിക്കാം. അതായിരിക്കും നല്ലത്.
ഇതാണ് എനിക്ക് ഒരു രക്ഷയില്ലാത്തത് കാണാൻ. ഇതാണ് ഒരു രക്ഷയില്ലാത്തത്. ആൾക്കാർ നോക്കി നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. നല്ല തിരക്കുണ്ട് നടക്കാനായിട്ട് സ്ട്രീറ്റിൽ കൂടെ. ഈ റോഡിൻ്റെ ഇവിടെ ഈ ട്രാമിൻ്റെ ഈ ഇലക്ട്രിസിറ്റി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെ സിറ്റിയിലെ ഒരു വ്യൂവിനെ അത് ബാധിച്ചിട്ടില്ല. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ ആൾക്കാരൊക്കെ ഇത് നോക്കിക്കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് അലർജിയാണ് അതിൻ്റെ മുകളിൽ നിന്ന്. മൈക്കിൽ കിട്ടണ്ടോ അറിയില്ല. അവൻ ആൾക്കാരൊക്കെ അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിവേയ്സ് നമുക്കൊന്ന് നടന്നിട്ട് തരാം. കുറച്ചും കൂടെ നടക്കാനുണ്ട് ഇനി നേരെ ഹോട്ടലിൻ്റെ അവിടേക്ക്. ഇതോടത്തെ ഒരു മോളാണ് ന്യൂ ലുക്ക് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഷോപ്പിംഗ് സെൻ്റർ എന്നാണ് പറയുക. യൂഷ്വലി ഇവിടെ ഒരു ബാക്ക് പൈപ്പർ പിടിച്ചിട്ട് ഒരാൾ നിൽക്കാറുണ്ട്. ഇപ്പോൾ കാണുന്നില്ല. എന്താ ബിൽഡിംഗ് അല്ലേ, ഇത്ര കാലത്തെ പഴക്കമുണ്ടെന്നുള്ളതാണ്. സ്കോട്ട്ലാൻഡിലെ എഡിൻബ്രയിൽ 3 ദിവസത്തെ ട്രിപ്പിൻ്റെ വീഡിയോസാണ് ഇത്രയും നാൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത സ്ഥലവും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.